ഹായ്! ഇന്ന് ഞാൻ കിച്ചണിലെ ഒരു നല്ല ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള പാൽ കവർ എല്ലാ വീടുകളിലും കാണും. മിക്കവാറും എല്ലാ വീടുകളിലും കവർ പാൽ വാങ്ങുന്നവരായിരിക്കുമല്ലോ. നമ്മൾ പാലെടുത്തിട്ട് എന്താ ചെയ്യുക? കവർ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്ന ബക്കറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ അത് ചെയ്യാതെ ഇതേ പാൽ കവർ എടുത്ത് അതിൻ്റെ നാലരികും ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളം നിൽക്കാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിലിട്ട് ഒന്ന് കുതിർത്ത ശേഷം നമ്മൾ ഏത് ഡിഷ് വാഷാണോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. വളരെ ഈസി ആയിട്ട്, അതുമാത്രമല്ല ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ പാത്രങ്ങളിലൊന്നും ഒരു പോറലും വരത്തില്ല. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. നമ്മൾ മാസം തോറും 50 രൂപ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്നതാണ്. ഇനി സ്ക്രബ്ബർ വാങ്ങുന്ന പൈസയെങ്കിലും നമുക്ക് ലാഭിക്കാം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ. നമുക്ക് മാക്സിമം ഇത് ഉപയോഗിച്ച് തീരുമ്പോൾ, അതായത് വളരെയധികം ഇത് മോശമായി മാറുന്ന അവസ്ഥയിൽ നമുക്ക് ആ കവർ അവർക്ക് കൊടുക്കുന്ന വേസ്റ്റ് ബക്കറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അതുവരെ നമുക്ക് ഈ കവർ മാറി മാറി ഉപയോഗിക്കുന്നതാണ്. ഒന്ന് തീരുമ്പോൾ അടുത്ത കവർ എടുക്കാമല്ലോ. കാരണം പാല് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വാങ്ങുന്നതല്ലേ. കവർ ശേഖരിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. കരിയുള്ള പാത്രമാണെങ്കിലും നമുക്ക് കരി പിടിച്ച പാത്രങ്ങളും ഇതുപോലെ തന്നെ കഴുകിയെടുക്കാവുന്നതാണ്. കുറച്ച് പേർക്കെങ്കിലും ഈ ടിപ്പ് അറിയാവുന്നതായിരിക്കാം, ചെയ്യുന്നുണ്ടാവാം. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. ഞാനിത് അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഇനി മുതൽ ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്യാത്തവർ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, അത് മറക്കല്ലേ. എന്തായാലും ഈ രീതിയിൽ പാൽ കവർ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ എല്ലാവരും. കരി പിടിച്ച പാത്രമായാലും ഏതായാലും സിങ്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കഴുകാവുന്നതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്ത് എളുപ്പമായിരിക്കും ഇനി മുതൽ. കാരണം അത്ര ഈസിയായ കാര്യമാണിത് എന്ന് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്. ആ രീതി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. പാത്രങ്ങൾ വെട്ടിത്തിളങ്ങും. ഏത് സ്ക്രബ്ബർ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ ഇത് വളരെ ഫലപ്രദമായ ഒരു ടിപ്പാണ്.